എവിടെ ചെന്നാലും കോവിഡിന്റെ പ്രശ്നങ്ങളാണ്. സാധാരണക്കാരനെ വല്ലാണ്ട് വലയ്ക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക. വേണം, ഇത് പ്രതിരോധിക്കുക തന്നെ വേണം. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോർമാലിറ്റി, ക്യൂ നിൽക്കണം. സാധാരണക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക. സർക്കാർ ഓഫീസിൽ ചെന്ന പ്രശ്നമാണ്, അവിടെ കയറ്റി വിടില്ല. എന്തോ ഒരു ഫോർമാലിറ്റിയാ, അവിടോട്ട് മാറി നിൽക്കുക. ഇന്ന് സാറില്ല, സാറിന് കോവിഡാണ്. ഈവൻ ഞാൻ ജോലി ചെയ്യുന്ന കോടതിയിൽ പോലും ഒരു വക്കീലായി എനിക്ക് പോലും കോടതി ചെന്ന് കയറാൻ പറ്റത്തില്ല. എന്തോ ഒരു ഫോർമാലിറ്റി, എന്തോ ഒരു സാങ്കേതികത്വം. മനസമാധാനത്തിന് വേണ്ടി അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ പറ്റില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഓരോ ദിവസവും മാറി മാറി വരികയാണ്. അങ്ങനെ സാധാരണക്കാരൻ അവന് നിത്യജീവിതവുമായി ബന്ധമുള്ള എവിടെല്ലാം ചെന്നാലും അവിടെയെല്ലാം കോവിഡിന്റെ മറവിലുള്ള വലിയ പ്രതിസന്ധികളും വലിയ പ്രതിരോധങ്ങളും വലിയ സാങ്കേതികത്വങ്ങളും ഒക്കെ പറയുക. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വടക്ക് നിന്ന് തെക്ക് വരെ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്, ഐശ്വര്യ കേരള യാത്ര. ഞാൻ ആ യാത്രയെ പറ്റി കുറ്റം പറയുന്നില്ല. അടുത്ത ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇലക്ഷൻ സമയമാകുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാത്ര വരും. ഇവർക്കെല്ലാം യാത്രകൾ നടത്താം, കെട്ടിപ്പിടിക്കാം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പൊക്കിയെടുത്തോണ്ട് പോകും. എത്ര ആയിരങ്ങളാണ് അയാളെ പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. അവരാരും ഒരു മാസ്കും വെച്ചിട്ടില്ല. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ അണികളായിട്ടുള്ളവർ, രാഷ്ട്രീയത്തിന് അണികളായിട്ടുള്ളവർ, വികാരജീവികൾ, ഇവരെ ന്യായീകരിക്കുന്നവർക്കൊന്നും കോവിഡില്ല, കേസില്ല, പ്രശ്നമില്ല. പക്ഷെ സാധാരണക്കാരൻ, അവൻ നിത്യജീവിതത്തിൽ ഓടുന്ന സാധാരണക്കാരൻ എവിടൊക്കെ ചെന്നാലും അവനെല്ലാം പ്രശ്നങ്ങളാണ്. ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നു, ഓരോ ദിവസവും പോലീസിന് ടാർഗറ്റ് തയ്ക്കണം. പെറ്റി കേസ് എടുക്കുന്നത് പോലെ കോവിഡിന്റെ മറവിൽ കൃത്യമായ കേസെടുക്കണം. എന്തേ പോലീസുകാരാ, എന്തേ സംസ്ഥാന പോലീസിന്റെ മേധാവി, നിങ്ങൾ ഈ കാണുന്നില്ലേ? ആയിരക്കണക്കിന് ആൾക്കാര് കൂടി ബഹളം വെച്ച് ഉത്സവ പ്രതീതിയിൽ ആഘോഷിച്ച് തിമിർത്ത് യാത്രകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തുമ്പോ സാധാരണക്കാരായ മനുഷ്യർ ഒന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ, ഒന്ന് റോഡിലോട്ടിറങ്ങുമ്പോൾ അവനൊക്കെ എന്തെങ്കിലും ഒരു ഫോർമാലിറ്റി ഒന്ന് മാറ്റിയാൽ ഉടനെ പെറ്റി എഴുതിക്കൊണ്ടുന്ന പോലീസുകാരൻ ഈ പറയുന്ന ആഘോഷങ്ങളും ഈ പറയുന്ന കാഴ്ചകളും ഒന്നും കാണുന്നില്ലെന്നാണോ പറയുന്നത്? പിന്നെ എന്തിനാണ് ഈ യാത്ര? എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളായി യാത്രകൾ നടത്തുന്നുണ്ട്. ഈ യാത്രയുടെ പേര് ഐശ്വര്യ കേരള യാത്ര, നവകേരള യാത്ര, കേരള രക്ഷായാത്ര. എന്തിനാ യാത്ര? യാത്രയുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞാൽ, യാത്ര ചരിത്രത്തെ പറ്റി പറഞ്ഞാൽ, പണ്ട് മഹാത്മാഗാന്ധി ഒരു യാത്ര നടത്തി, ദണ്ഡി യാത്ര എന്ന് പറയുന്നത്. അന്ന് യാത്ര അനിവാര്യമായിരുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്നവൻ, ഓരങ്ങളിൽ താമസിക്കുന്നവൻ, അവന്റെ എല്ലാം പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും അവന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നതായിരുന്നു രാഷ്ട്രീയ യാത്രകൾ. ഇന്ന് അതല്ലല്ലോ. നിങ്ങളുടെ പാർട്ടി ഫണ്ട് വികസിപ്പിക്കാൻ വേണ്ടിയല്ലേ, നിങ്ങളുടെ അണികളെ സജ്ജരാക്കാൻ വേണ്ടിയല്ലേ. അതിന് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ, രാഷ്ട്രീയമുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, വികാരത്തിന് അടിമപ്പെടാത്ത സാധാരണക്കാരെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ. ഇന്ന് പുതിയ വാർത്ത വരും, സെക്രട്ടേറിയറ്റിൽ പോലും ഇനി ആളെ കയറ്റത്തില്ല എന്ന്. അപ്പൊ സെക്രട്ടേറിയറ്റിൽ ആളെ കയറ്റത്തില്ല, കോടതിയിൽ കയറ്റത്തില്ല, ബാങ്കിൽ കയറ്റത്തില്ല, പള്ളിയിലും അമ്പലത്തിലും കയറ്റത്തില്ല. പക്ഷെ നാടൊട്ടുക്ക് രാഷ്ട്രീയക്കാർക്ക് എല്ലാ യാത്രകളും നടത്താം. സോഷ്യൽ മീഡിയ യുഗമല്ലേ, നവയുഗമല്ലേ. ഇന്ത്യയിലും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ആര് സംസാരിച്ചാലും കേൾക്കുന്ന, കാര്യങ്ങൾ അറിയുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ യാത്ര? ഈ പിണറായി വിജയനും ഉമ്മൻചാണ്ടിക്കും സുരേന്ദ്രനും ഒക്കെ ഇനി എന്താണ് പുതിയതായിട്ട് പറയാനുള്ളത്? അപ്പൊ ഇവർക്ക് കാശ് വിരിക്കാൻ, ഇവർക്ക് ഫ്ലെക്സ് വെക്കാൻ, ഇവർക്ക് രസീത് കുറ്റി അടിച്ചിറക്കി കാശ് വിരിക്കാൻ വേണ്ടി കേരളത്തിൽ യാത്ര നടത്തി കോവിഡ് കൂട്ടുമ്പോൾ സാധാരണക്കാരൻ പുറത്തിറങ്ങി നടന്നാൽ കോവിഡ് കൂടുമെന്ന് പറയുന്നു. ഇന്നലെ ആരോഗ്യമന്ത്രി പറയുന്നു ഇനി ലോക്ക്ഡൌൺ വേണമെന്നാ പറയുന്നത്. ചെയ്യണം മാഡം, ലോക്ക്ഡൌൺ ചെയ്യണം. സാധാരണക്കാരൻ നടുവൊടിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയിൽ നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടംപോലെ കോടികളും ബാങ്ക് ബാലൻസും ആസ്തികളും ഒക്കെയുണ്ട്. നിങ്ങളെ ഒന്നും ഇത് ബാധിക്കത്തില്ല. പക്ഷേ ലോക്ക്ഡൌൺ നടത്തിയാൽ, ഈ പറയുന്നതെല്ലാം അടച്ചിട്ടാൽ ഇവിടെ ജീവിതം ദുസ്സഹമാകുന്നത് സാധാരണക്കാരനാണ്. അപ്പൊ അവനൊരു നിയമം, അവനൊരു നീതി, ഈ പറയുന്ന ഉന്നത സ്ഥാനീയർക്ക് മറ്റൊരു നിയമം, മറ്റൊരു നീതി. ഇതിനെതിരെ പ്രതികരിക്കാൻ, വാ തുറന്നൊന്ന് മിണ്ടാൻ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയേണ്ടതായിട്ട് വരും. താങ്ക് യു സോ മച്ച്.